Why the state is against ED? ED is an investigation agency to conduct raids and all and probing whatever the എന്താ പറയുക ഈ തരത്തിലുള്ള ഈ ഗ്രാബിംഗ് ഒക്കെ എന്താണെന്ന് കണ്ടെത്താനുള്ള ഏജൻസിയാണ്. ലെറ്റ് ദം ഡു their work. അപ്പം വളരെ കൃത്യമായിട്ട് ഒരു കാര്യം കൂടെ പറയുന്നു, ലെറ്റ് ദ കളക്ടറേറ്റ് റെസ്പോണ്ട് ടു ദ സമൻസ്. ആർ ദ നോട്ട് കോപ്പറേറ്റിംഗ്? എന്ത് രസം നോക്കൂ, വളരെ കൃത്യമായിട്ടുള്ള ചോദ്യം. ഹൗ കാൻ ദ സ്റ്റേറ്റ് ഫയൽ എ റിട്ട് പെറ്റീഷൻ അഗൈൻസ്റ്റ് ED? ഈ ചോദ്യം സ്വാഭാവികമായും വന്ന് തറയ്ക്കുന്നത് TMCക്കെതിരായിട്ടാണ്, അതായത് ബംഗാളിലെ മമതാ ബാനർജിക്കെതിരായിട്ടാണ്. കാരണം ഇന്നലെ ബംഗാളിലെ മമതാ ബാനർജിയുടെ അനുയായി TMC ലീഡറായിട്ടുള്ള ഷെയ്ഖ് ഷാജഹാൻ, ആ ഷെയ്ഖ് ഷാജഹാനുമായി ബന്ധപ്പെട്ട അസോസിയേറ്റ്സുമായി ബന്ധപ്പെട്ട് കോടികളുടെ തിരിമറി നടത്തിയിരിക്കുന്നത് ഇന്നലെയാണ് അവിടെ റെയ്ഡ് നടന്നിരിക്കുന്നത്. ഇന്നലെ മമതാ ബാനർജി ആ വിഷയത്തിൽ അതിശക്തമായി ഫെഡറലിസം തകരുന്നു. മമതാ ബാനർജിയുടെ റിപ്പോർട്ട് വന്നിട്ടുണ്ട്, അവരുടെ സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ടുണ്ട്. ED ഉപയോഗിച്ചുകൊണ്ട് ഫെഡറലിസം തകർക്കുന്നു. എല്ലായിടത്തും ഫെഡറലിസമാണ്. സ്റ്റാലിൻ ഫെഡറലിസത്തെക്കുറിച്ച് പറയുന്നു, നമ്മുടെ പിണറായി വിജയൻ പിണറായി വിജയൻ്റെ മകളുടെ മാസപ്പടി അന്വേഷിക്കാൻ ഒരു കേന്ദ്ര ഏജൻസി വന്നാൽ ഉടനെ ഫെഡറലിസം തകരും. അല്ല, എനിക്കത് മനസ്സിലാവുന്നതേ ഇല്ല. ഇനി രസകരമായ ഒന്ന് രണ്ട് കാര്യം കൂടി പറഞ്ഞ് ഞാൻ നിർത്താം. ഇത് മാത്രമല്ല, ഇത് താങ്കൾ നേരത്തെ സൂചിപ്പിച്ചല്ലോ, 7 പ്രാവശ്യമാണ് കെജ്രിവാൾ, 7ാമത്തെ പ്രാവശ്യമാണ്. ഇപ്പം ഇന്നിപ്പോൾ വീണ്ടും കംപ്ലൈൻറ്റ് ഫയൽ ചെയ്തിട്ടുണ്ട് ED. 7ാമത്തെ പ്രാവശ്യമാണ് മദ്യവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ 7ാമത്തെ പ്രാവശ്യം ആ സമൻസ് നിരസിച്ചിരിക്കുന്നു. ഇത് തന്നെയാണ് ഐസക്ക് സംഭവിച്ചത്. അപ്പോൾ ഈ ചോദ്യം ഉണ്ടല്ലോ, ഹൗ കാൻ എ സ്റ്റേറ്റ് ഫയൽ എ റിട്ട് പെറ്റീഷൻ അഗൈൻസ്റ്റ് ED എന്നുള്ള ചോദ്യം, അതേപോലെ ലെറ്റ് ദ കളക്ടർ റെസ്പോണ്ട് ടു ദ സമൻസ് എന്ന ചോദ്യം സ്വാഭാവികമായിട്ടും എല്ലാ സംസ്ഥാന സർക്കാരുകൾക്കെതിരെയും ആഞ്ഞു തറയ്ക്കാൻ പോകുന്ന ആണിയാണ്. അത് കെജ്രിവാളിനെതിരായി വരുന്ന ആണിയാണ്, അത് TMCക്കെതിരെ വരുന്ന ആണിയാണ്. അത് ഏത് സംസ്ഥാന ഗവൺമെൻറ് ആണോ, ഞാൻ ഇന്നത്തെ അവസ്ഥയെ പറഞ്ഞു, ഏത് സംസ്ഥാന ഗവൺമെൻറ് ആയാലും രാഷ്ട്രീയം നോക്കേണ്ട ആവശ്യമില്ല. അത് കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റ് ആയാലും BJP ആയാലും ആരായാലും ശരി, ഏത് ഗവൺമെൻറ്റും ഇത്തരത്തിലുള്ള അനധികൃതമായ ഈ മണി ലോണ്ടറിങ്ങിൽ, അനധികൃതമായിട്ടുള്ള സാമ്പത്തിക ഇടപാടിൽ, ക്രമക്കേടിൽ ഏത് ഗവൺമെൻറ് ഇടപെട്ടാലും അത് ചോദ്യം ചെയ്യാനുള്ള അവകാശം ഈ സർക്കാർ, ഈ EDക്കുണ്ട്. കരിമന്നൂരിലെ വിഷയം ചോദ്യം ചെയ്യാനുള്ള അനുവാദം ഈ EDക്കുണ്ട്. അവരത് ചോദ്യം ചെയ്യുമ്പോൾ, മൊയ്തീനെ വിളിപ്പിക്കുമ്പോൾ, കണ്ണനെ വിളിപ്പിക്കുമ്പോൾ, ഈ കാട്ടുകള്ളന്മാരായ MK കണ്ണനെയും അതേപോലെ മൊയ്തീനെയൊക്കെ വിളിപ്പിക്കുമ്പോൾ അവർക്ക് പരിരക്ഷ കൊടുക്കാൻ സംസ്ഥാന ഗവൺമെൻറ് കൊണ്ടുവരുന്ന പരിചയമാണ് ഫെഡറലിസത്തെ തകർക്കുകയാണ്. ഈ ഫെഡറലിസത്തിൻ്റെ മറവിൽ കോടികൾ അടിച്ചു മാറ്റാൻ ഇവർക്കാർക്കും ഒരു വിഷമവുമില്ല. അപ്പോൾ ഈ ഇന്നത്തെ സുപ്രീം കോടതിയുടെ വിധി, എനിക്ക് തോന്നുന്നു ജനം ചാനൽ വളരെ നല്ല, നേരത്തെ അവിടെ ഹരിദാസ് സംസാരിച്ച മാതിരി വളരെ കൃത്യമാർന്ന രീതിയിലാണ് ഇന്നത്തെ ചർച്ച എടുത്തിരിക്കുന്നത്. ഞാനിന്ന് പല ചാനലുകളും തപ്പി, ഒരു ചാനലിലും ഈ ചർച്ച ഞാൻ കണ്ടില്ല. ഇനിയിപ്പോൾ 8 മണിയുടെ എനിക്കറിയില്ല, പല ചാനലുകളും ഇത് മുക്കി വെച്ചിരിക്കുക. അതെന്താ മുക്കി വെക്കാൻ കാരണം? അവർ പല കാര്യങ്ങളും മുക്കി വെക്കുമല്ലോ. ഇപ്പോൾ ബംഗാളിൽ നടക്കുന്ന വർഗീയ കലാപം, ഹിന്ദുക്കളെ കൊന്നൊടുക്കുന്ന കലാപം, ഒരു 13 വയസ്സായ പെൺകുട്ടിയെ ഒന്നിച്ചു നിന്ന് മാനഭംഗപ്പെടുത്തുകയാണ് ഒരു കൂട്ടം അധമവാദികൾ. അപ്പോൾ ആ അമ്മ പറയാണ്, നിങ്ങളെല്ലാവരും കൂടി ഇങ്ങനെ ചെയ്താൽ അവൾ ചത്തുപോകും, ഓരോരുത്തർ വന്നിട്ട് എന്താ ചെയ്യ് എന്ന് ഹൃദയം പൊട്ടി ഒരു അമ്മ പറയുക. ആ അമ്മയുടെ വാക്കുകൾക്ക് കേരളത്തിലെ ഒരു മാധ്യമവും വില കൽപ്പിച്ചിട്ടില്ല. ആ അമ്മയുടെ വരികൾ ഈ കേരളത്തിലെ ഒരാൾ പോലും ചർച്ചക്കെടുത്തില്ല, ജനമല്ലാതെ. ഞാൻ പറഞ്ഞു വന്നത്, ഇവർക്കിതൊക്കെ രഹസ്യമായി വെക്കണം. ഇപ്പം നേരെ വിരുദ്ധമായിട്ട് കഴിഞ്ഞ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2 മാസം മുമ്പോ മറ്റോ TMCയുടെ തന്നെ അതോ പഞ്ചാബിൻ്റെ ആണോ ഒരു അപ്പീലുമായി ബന്ധപ്പെട്ട കേന്ദ്ര ഏജൻസിക്കെതിരെ ഒരു ചോദ്യം സുപ്രീം കോടതി ഉന്നയിച്ചു. ഒരു ചോദ്യം, അത് ഓറലായിട്ടാണ്. അത് അനിൽ നമ്പ്യാർക്ക് ഓർമ്മയുണ്ടാവും, ഞാൻ പെട്ടെന്ന് അത് ഓർക്കുന്നില്ല. രാംകുമാർ സാറിന് ഓർമ്മയുണ്ടെങ്കിൽ പറഞ്ഞാൽ നല്ലതാ. എന്തായിരുന്നു കേരളത്തിൽ അന്നത്തെ ചർച്ച? കേന്ദ്ര ഏജൻസിയെ സുപ്രീം കോടതി കൊടഞ്ഞു, കേന്ദ്ര ഏജൻസിയെ സുപ്രീം കോടതി വളഞ്ഞിട്ട് പിടിച്ചു. വാസ്തവത്തിൽ ഈ ഫെഡറലിസത്തിൻ്റെ പേരിൽ ഈ കള്ളക്കടത്ത് നടത്തുന്ന, ഈ മണി ലോണ്ടറിങ് നടത്തുന്ന, ഈ അധമ പ്രവർത്തനം നടത്തുന്ന, ഈ സാമ്പത്തിക ക്രമക്കേട് നടത്തുന്ന, ഈ കൊള്ള നടത്തുന്ന ഈ സർക്കാരിനെതിരെ, ഇത്തരം ഏർപ്പാടിനെതിരെ ചരിത്രപരമായ ഒരു വിധിയെ കേരളം കണ്ടില്ലെന്ന് കേരളത്തിലെ മറ്റ് ചാനലുകൾ കണ്ടില്ല
എന്ന് നടിക്കുമ്പോൾ ജനം ചാനൽ ഇത് ചർച്ച ചെയ്തത്, അത് രാംകുമാർ സാറിനെ പോലെയുള്ള ആളുകളെ കൊണ്ടുവന്ന് ചർച്ച ചെയ്തത് തീർച്ചയായിട്ടും ഏറെ ശ്ലാഘനീയമാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറയുകയാണ്, ഈ വിധി ചരിത്രപരമാണ്. ഈ വിധി എന്ന് പറയുന്നത് തോമസ് ഐസക് അടക്കമുള്ള ആളുകൾക്ക്, കെജ്രിവാൾ അടക്കമുള്ള ആളുകൾക്ക്, പിണറായി വിജയൻ അടക്കമുള്ള ആളുകൾക്ക് ED-യുടെ മുമ്പിൽ പോയി നിൽക്കേണ്ടി വരും, യാതൊരു സംശയവുമില്ല. ഒരു നിയമപരിരക്ഷയും ഇനി ഒരു കോടതിയിൽ നിന്നും കിട്ടാൻ പോകുന്നില്ല. കാരണം ഇത് സിംഗിൾ ബെഞ്ച് പോലുമല്ല. അപ്പോൾ കൃത്യമായിട്ടുള്ള വിധിയാണ്. ആ വിധി ഈ കള്ളന്മാർക്കെതിരായിട്ടുള്ള വളരെ കൃത്യമായ വിധിയാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല.